കൃത്യമായ ഇടവേളകളിൽ പരീക്ഷകൾ ഇങ്ങനെ മാറ്റിവെച്ച് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾ എന്തു ചെയ്യുമെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെയാവും അവസ്ഥ. അത് വിദ്യാർത്ഥികളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാ കാര്യങ്ങൾ കൂടി ഒത്തു നോക്കുമ്പോൾ അങ്ങനെയായി മാറിയതാണ് എന്ന് വേണം നമുക്ക് വിശ്വസിക്കാൻ, അല്ലെങ്കിൽ പറഞ്ഞു മുന്നോട്ട് പോകാൻ. പറഞ്ഞു വന്നത് 6ാം സെമസ്റ്റർ വിദ്യാർത്ഥികളുടെ കാര്യമാണ്. ഇവർക്ക് ഇനി 6ാം സെമസ്റ്റർ പരീക്ഷയ്ക്ക് കേവലം 22 ദിവസമേ ഉള്ളൂ. അതിനിടയിൽ ചില കാര്യങ്ങൾ കൂടിയുണ്ട് ഇവർക്ക്. മാർച്ച് മാസം 13 മുതൽ 27 വരെ ഇവരുടെ വൈവയാണ്, പ്രൊജക്റ്റ് വൈവയാണ്. പല ജില്ലക്കാർക്കും കോളേജുകാർക്കും വ്യത്യസ്ത തീയതികളിലായിരിക്കും വൈവ ഉണ്ടാവുക. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങളുടെ കോളേജ് അധികൃതർ നൽകുന്നതായിരിക്കും. എനിവേ, മാർച്ച് 13 മുതൽ 27 വരെ നിങ്ങളുടെ പ്രൊജക്റ്റ് വൈവ ഉണ്ട്. ഇതിനിടയിൽ CUET PG എക്സാം ഉണ്ട്. അപ്പോൾ ഓർക്കണം, നിങ്ങളുടെ പ്രൊജക്റ്റ് വൈവ ഉണ്ട്, CUET PG എൻട്രൻസ് എക്സാം ഉണ്ട്. ഏപ്രിൽ 1 മുതൽ നിങ്ങളുടെ 6ാം സെമസ്റ്റർ പരീക്ഷകൾ ആരംഭിക്കാൻ പോവുകയാണ്. വിശദമായ ടൈം ടേബിൾ യൂണിവേഴ്സിറ്റി പിന്നീട് അറിയിക്കും. എല്ലാം കൂടി അവയിൽ പോലെയാണെന്നറിയാം. ഓർക്കുക, നിങ്ങളുടെ അവസാന സെമസ്റ്റർ പരീക്ഷകളാണ്. നമുക്കെല്ലാം വേണം. പരീക്ഷ വേണം, പ്രൊജക്റ്റ് വൈവ വേണം, CUET എൻട്രൻസ് എക്സാം വേണം. പക്ഷേ ഇതിനേക്കാൾ ഉപരിയായിട്ട് നിങ്ങൾക്ക് പരീക്ഷ ജയിക്കണമെന്ന കാര്യം മറന്നു പോകരുത്. പ്രൊജക്റ്റ് അറ്റൻഡ് ചെയ്താൽ നമുക്ക് ജയിക്കാനുള്ള മാർക്ക് കിട്ടും. എന്നാൽ പരീക്ഷയ്ക്ക് പഠിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ തോറ്റു പോകും. ആ കാര്യം മറന്നു പോകരുത്. ഇപ്പോൾ തന്നെ നിങ്ങൾ ടൈം ടേബിൾ സെറ്റ് ചെയ്ത് പഠിച്ച് മുന്നോട്ട് പോവുക. ഈ സെമസ്റ്റർ കൂടി വിജയിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വലിയൊരു ആഗ്രഹം, ഡിഗ്രി എന്ന പ്രോഗ്രാം വിജയിച്ചെന്നുള്ള സന്തോഷത്തോടു കൂടി നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് കിട്ടുന്നതായിരിക്കും. അതുകൊണ്ട് മറന്നു പോകരുത്, മുന്നോട്ട് പോവുക. ഇതുമായി റിലേറ്റ് ചെയ്യുന്ന പുതിയ അപ്ഡേറ്റുകൾ കിട്ടുന്നവർക്ക് നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യുന്നതാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.